ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസ് അന്വേഷണ സംഘം സന്നിധാനത്തെത്തിയിരിക്കുന്നു. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. കട്ടിളപ്പാളിയിലും പ്രഭാമണ്ഡല പാളികളിലും പൊതിഞ്ഞിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന. ശശിനാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശിനാരായണൻ, SIT സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനാ ഫല റിപ്പോർട്ടിൽ ഇവിടെ നിന്നും പാളികൾ പൂർണ്ണമായും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടോ, നീക്കം ചെയ്തിട്ടുണ്ടോ എന്ന സംശയം പോലും ഉയരുന്നു. എന്തൊക്കെയാണ് SITയുടെ നീക്കങ്ങൾ? ഏതൊക്കെ പരിശോധന, ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്? ശബരിമലയെ സംബന്ധിച്ച് പറയുക, സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു പരിശോധനയാണ് SIT നടത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ശബരിമല സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് 10 അംഗ സംഘം ആണ് സന്നിധാനത്തെത്തിയത്. അതിൽ ഈ തിരുവാഭരണ കമ്മീഷണർ അടക്കം ഉണ്ടാവും. കാരണം തിരുവാഭരണ കമ്മീഷണർ വേണം ഈ സ്ട്രോങ് റൂം തുറന്നു കൊടുക്കാൻ. അതുകൊണ്ട് തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ഈ സ്വർണത്തിന്റെ ക്വാളിറ്റി പരിശോധിക്കാനുള്ള വിദഗ്ധ സംഘം അടക്കമുള്ള ആളുകളാണ് സന്നിധാനത്തെത്തി ഇന്ന് പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ കട്ടളപ്പാളിയുടെ നേരത്തെയുള്ള കഥവും ഒപ്പം അതിലുപരിയായി ഈ കട്ടളപ്പാളിയും ഈ പ്രഭാമണ്ഡലം അടക്കം ഒപ്പം പഴയ കൊടിമരത്തിന്റെ ഭാഗങ്ങൾ, വാജിവാഹനം, അഷ്ടദിക് പാലകർ തുടങ്ങിയ ഈ കൊടിമരത്തിലുള്ള അഷ്ടദിക് പാലകരടക്കമുള്ള ഈ ഇത്തരം സാധനങ്ങളിലെ സ്വർണ്ണങ്ങൾ അത് കൃത്യമാണോ, അതിന്റെ അളവ്, തൂക്കം കൃത്യമായി പരിശോധിക്കുക, ഗുണനിലവാരം പരിശോധിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. അതിൽ ഈ റെക്കോർഡുകൾ, രേഖകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന രീതിയിലാണോ ഇത്തരം ഈ സ്വർണം അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്, ഇതെല്ലാം വിശദമായ ഒരു പരിശോധനയാണ് ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലേക്കൊരു മുൻകാലങ്ങളെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള ആ കാലഘട്ടം തൊട്ടിങ്ങോട്ട് ഇപ്പൊ ഈ വിവാദമായ സമയം വരെയുള്ള കാലഘട്ടങ്ങളിലെ പരിശോധനകളാണ് SIT സംഘം കൃത്യമായി പരിശോധിക്കുന്നത്. ഒപ്പം ഈ സ്വർണം പോയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. നമുക്കറിയാം, ഈ സ്വർണം സാധാരണഗതിയിൽ അവിടെ നിന്ന് ഒരുപാട് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. കാരണം കട്ടളപ്പാളി ആദ്യം ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണം പോയതിനു ശേഷം പിന്നീട് കട്ടളപ്പാളിയുടെ സ്വർണത്തെ കുറിച്ച് പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നു. അങ്ങനെ ഓരോന്നും പുറത്തോട്ട് വരുന്ന വിവാദമായ കാര്യങ്ങളിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായ അളവുകൾ, അവിടുത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള അളവുകൾ, ഈ സ്വർണത്തിന്റെ കാര്യങ്ങളായാലും മറ്റ് സാധനങ്ങളായാലും ഇതിന്റെ എല്ലാം കൃത്യമായൊരു വിവരം ശേഖരം എടുത്ത്, ഒപ്പം ഈ സ്വർണം പൂശിയിട്ടുള്ളതിന്റെ ക്വാളിറ്റികൾ കൃത്യമാണ്, സ്വർണം ഉണ്ടാകാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും തരത്തിൽ കടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളോടെല്ലാം വിശദമായ ഒരു പരിശോധനയാണ് ഈ അന്വേഷണ സംഘം നടത്തുന്നത്. എന്തായാലും രാവിലെ എത്തിയ അന്വേഷണ സംഘം പമ്പയിലെത്തിയതിനു ശേഷമാണ് രാവിലെ സന്നിധാനത്തെത്തിയതിനു ശേഷം ഈ നടപടിക്രമങ്ങളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട്. തിരുവാഭരണ കമ്മീഷണറുണ്ട്, ഒപ്പം ഈ സ്വർണത്തിന്റെ പരിശുദ്ധി പരിശോധിക്കുന്ന വിദഗ്ധരായ ആളുകളുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ഈ കൃത്യമായ ഒരു വിവര ശേഖരണമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ നടത്തുന്നത്. അതിനുള്ള ക്രമീകരണമാണ് നടത്തുന്നത്. ഇപ്പോഴും പരിശോധന ശബരിമലയിൽ നടക്കുന്നതിനാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലാണ് അന്വേഷണ സംഘം സന്നിധാനത്തിരിക്കുന്നത്. സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന 2 വാതിലുകൾ പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇന്നലെ അനുമതി നൽകിയിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.